പാർത്ഥ, ആർലേക്കർ വീണ്ടും പുതിയ നീക്കത്തിലേക്ക്. സത്യത്തിൽ ആർലേക്കറുടെ അടുത്ത നീക്കം എന്താണ് എന്ന് ഒരു പിടിയും കിട്ടാതെ CPM ഞെട്ടി ഉറച്ചു നിൽക്കുകയാണ്. CPM മാത്രമല്ല, ആഭ്യന്തര വകുപ്പും പോലീസും ക്രമസമാധാന ചുമതലയുള്ള DGPയും ഒക്കെ ഇങ്ങനെ വാവൊളിച്ച് നിൽക്കുകയാണ്. എന്തായിരിക്കും അടുത്ത് ആർലേക്കർ നടത്താൻ പോകുന്ന നീക്കമെന്നറിയാൻ. ഇപ്പോൾ എന്താണ് ആർലേക്കറുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വീണ്ടും പിണറായിയുടെ വാവൊളിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അതെ, തീർച്ചയായും ധന്യ പറഞ്ഞതുപോലെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൻ്റെ വരവ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വരവായിരുന്നു. ആദ്യം തന്നെ വന്നപ്പോൾ ഈ പറയുന്ന പോലീസുകാർക്കിട്ട് പണി കിട്ടി. പിന്നീട് അത് ആഭ്യന്തര വകുപ്പിനുള്ളൊരു കൊട്ടായിരുന്നെങ്കിൽ രണ്ടാമത്തേത് കൃത്യമായി പറഞ്ഞു, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുഴുവൻ ചുമതലയും എനിക്കാണ്, അതുകൊണ്ട് അതിൽ കയറി ചൊറിയാൻ വരരുത് എന്ന് കൃത്യമായിട്ട് അത് ഡൽഹിയിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത്. അതായത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ദൂതനാണ്, ഇത് കൊണ്ട് നിങ്ങൾ സംസ്ഥാന സർക്കാർ എൻ്റെ നേർക്ക് കളിക്കാൻ വരണ്ട എന്ന് കൃത്യമായിട്ട് ഡൽഹിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് മറുപടി കൊടുത്ത ഒരാളാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ മറ്റൊരു പ്രതിബന്ധം കൂടെ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 15ാം കേരള നിയമസഭയുടെ 13ാമത് നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം നടത്തേണ്ടത് ആരാ? ഗവർണറാണ്. അത് ഭരണഘടനാപരമായ ഗവർണറുടെ ഉത്തരവാദിത്തമാണ് നയപ്രഖ്യാപനം നടത്തുക എന്നുള്ളത്. വിവിധ വകുപ്പുകളിൽ ചേർന്നുകൊണ്ട് ക്രോഡീകരിച്ച് ഉണ്ടാക്കിയെടുത്ത അഭിപ്രായമാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാരും ചീഫ് സെക്രട്ടറിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചീഫ് സെക്രട്ടറി തല ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട് സെക്രട്ടറി തല ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട് ചീഫ് സെക്രട്ടറി അത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ നയപ്രഖ്യാപനം ആർക്ക് കൊടുക്കുന്നത്? ഗവർണർക്ക് കൊടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഗവർണർക്ക് വായിക്കുന്നതിന്, ഇത് അവതരിപ്പിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഗവർണർ കൈമാറി ഗവർണർ അത് പഠിക്കണം. അപ്പോൾ ഇത്തവണത്തെ ഈ നയപ്രഖ്യാപനത്തിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്, LDF സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിനെതിരെ 10 കുറ്റങ്ങൾ പറയാതെ ഇവർക്ക് എന്തില്ല, ഈ സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നമായി മാറും. കാരണം കേരളത്തിലെ ഇവർ കുറ്റം പറഞ്ഞില്ലെങ്കിൽ അത് ഇസ്ലാമോഫോബിയാണ്. RSSന്റെ കുറ്റം പറഞ്ഞാൽ മാത്രമേ ഇസ്ലാമോഫോബിയ റെഡിയാവുള്ളൂ, നേരെയാവുള്ളൂ എന്നാണ് ഇവരുടെ ഒരു ധാരണ. അപ്പോൾ അതാണ് കറക്റ്റ് വാക്ക്, ധാരണ. അപ്പം അർലേക്കർ ഈ തവണ ഈ പറയുന്ന നയപ്രഖ്യാപനത്തിൽ ഇവർ എഴുതി കൊടുത്തിട്ടുള്ള ഈ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായിക്കൊണ്ടുള്ള ഭാഗങ്ങൾ വായിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം നമ്മുടെ വീഡിയോയുടെ കമൻറ്റിനടിയിലൊക്കെ വരുന്നത് പോലെ കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും എന്ന് പറഞ്ഞ ഒരു പലപ്പോഴും പറയാറുണ്ട്. രാജവെമ്പാലും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഗവർണർ എന്ന് പറയുന്നത് മറ്റേത് RSS ബന്ധമുള്ള RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവർണർ ആയിരുന്നെങ്കിൽ ഇത് തനി RSSകാരനായ ഗവർണർ തന്നെയാണ്. അപ്പോൾ കേന്ദ്രത്തിനെതിരായിക്കൊണ്ട് ഇങ്ങനെയൊരു നയപ്രഖ്യാപനത്തിൽ ഗവൺമെൻറ്റിന് തോന്നിയത് എഴുതി വെച്ചത് വായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അത് വായിക്കാതെ വിടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അങ്ങനെ വായിക്കാതെ വിടുമ്പോൾ ഗവൺമെൻറ്റിനുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, സാധാരണ നയപ്രഖ്യാപനത്തിൽ പല ഗവർണർമാരും, ഇപ്പോൾ P. സദാശിവം എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു നമുക്ക്, സുപ്രീം കോടതിയുടെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതിയുടെ. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം കേന്ദ്രത്തിനെതിരെയുള്ള ചില സാധനങ്ങളൊക്കെ വായിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനും ആദ്യ തവണ കേന്ദ്രത്തിനെതിരെയുള്ളത് വായിച്ചു. ഇത്തവണ പക്ഷേ അർലേക്കർ വരുമ്പോൾ അർലേക്കർക്ക് കേന്ദ്രത്തിനെതിരെ അർലേക്കർ ഈ കാര്യങ്ങൾ വായിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യ തവണ വന്നൊരു, അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ തിരിച്ചടികൾ നേരിടുന്ന ഒരു സമയമാണ്. ആ തിരിച്ചടികൾ നേരിടുന്ന സമയത്ത് അർലേക്കറുടെ ഒരു വരവ് എത്രത്തോളം സംസ്ഥാന സർക്കാരിന് അതായത് ഉപകാരപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹത്തിൻ്റെ പുറകെ പോയി അദ്ദേഹം വില്ലനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഇദ്ദേഹവുമായിട്ടും ഇതേപോലെ തന്നെ പറയാനൊന്നും ആർക്ക് പറ്റില്ല, സംസ്ഥാന സർക്കാരിന് പറ്റില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ തിരികെ വിളിക്കണം എന്നാരാവശ്യപ്പെട്ടു? കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ വരുന്ന ഗവർണർമാരെ എല്ലാം തിരികെ വിളിക്കണമെന്ന് കേരള ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പം രാഷ്ട്രപതി വരെ നിങ്ങൾക്കാണ് തലയ്ക്ക് വട്ട് എന്ന് പറയും ഗവൺമെൻറ്റിനോട്. അപ്പോൾ അതുകൊണ്ട് ഗവർണറെ കൊണ്ട് പല ബില്ലുകളും ആർക്ക് ഈ പാസ്സാക്കി എടുക്കേണ്ടതുണ്ട് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് ഗവർണറെ പിണക്കാനും പറ്റില്ല. ഗവർണർ ഈ പറയുന്ന നയപ്രഖ്യാപനം വായിച്ചിട്ടില്ലെങ്കിൽ അതും സംസ്ഥാന സർക്കാരിന് പുലിവാലാകും. അങ്ങനെ വായിക്കാതെ പോയാൽ ഗവർണർക്കെതിരെ നിയമസഭയിൽ ആർക്ക് പറയേണ്ടി വരും? മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരും. അതും സംസ്ഥാന സർക്കാരിനെ അലട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കേരള സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർലേക്കറുടെ വരവ് തന്നെ പിണറായിക്ക് ഒരു വല്ലാത്ത തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. കാരണം RSS രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ഒരു മനുഷ്യനെ പിണറായിയുടെ പിപ്പിടി വിദ്യ കാണിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക്
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മാത്രമല്ല ഈ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും യു പ്രദീപ് ചേലക്കരയിലെ MLA അവരും കൂടിയുള്ള സമ്മേളനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്തരം ചില പ്രത്യേകതകൾ കൂടി ഈ സമ്മേളനത്തിലുണ്ട്. അവിടെയാണ് ഈ ആർലേക്കർ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒന്ന് പകച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിഗൗരവകരമായിട്ടുള്ള വിമർശനങ്ങളൊന്നും തന്നെ ചിലപ്പോൾ കേന്ദ്രത്തിനെതിരെ ആര് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല, ആർലേക്കർ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. ഒപ്പം സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിൽ എഴുതാനും സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ പൊതുവേ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ വളരെ ധൃതി കാണിക്കുന്നവരാണ്. കാരണം കേരളത്തിൽ BJP വളരാതിരിക്കണമെങ്കിൽ കേന്ദ്രത്തിലെ സർക്കാരിനെ കുറെ കുറ്റം പറഞ്ഞ് ഇവിടെ നാണം കെടുത്തി കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഇവിടെ സർക്കാർ പിണറായി സർക്കാരിൻ്റെ ഒരു വിജയം അത്തരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇപ്പോഴുള്ള ഗവർണർ ആർലേക്കർ അത് കൃത്യമായി മുന്നോട്ട് വയ്ക്കൂ എന്നുള്ളത് ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹം തുടക്കത്തിലെ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ക്ഷിപ്രകോപിയൊന്നും അല്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്, എനിക്ക് നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് നിങ്ങളുമായി വഴക്കിടാൻ താല്പര്യമില്ല, ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ പരിഹരിച്ച് ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് മുന്നോട്ട് പോകാനാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ താല്പര്യം. അല്ലാതെ രണ്ടുപേരും തമ്മിൽ ഒരു തുറന്ന പോരിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഗവർണർ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. അപ്പോൾ തന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് UGC തന്നെ ഗവർണർക്ക് ചുമതല നൽകിയ സമയത്ത് തന്നെ CPM പറഞ്ഞത് എന്താണ്, പുള്ളി പായില്ല എന്നുള്ള വിമർശനം ആർലേക്കറിനെ അത് കാവ്യ മനസ്സ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട, ഇവിടെ അത് നടപ്പിലാകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അധിക്ഷേപമാണ്. കാരണം പിടിച്ചു നിൽക്കാൻ വാക്കുകൾ കൊണ്ട് ഇവർക്ക് പറ്റുള്ളൂ. അതിലൊരു കാര്യം അഡ്വക്കേറ്റ് അനിൽകുമാറാണ് ഈ കാര്യം പറഞ്ഞത്, സംസ്ഥാന കമ്മിറ്റി അംഗം. പക്ഷെ അദ്ദേഹം മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒരു നേതാക്കന്മാരെ അത് ഏറ്റുപിടിക്കാൻ പോയില്ല, ഒരാളും പോയില്ല. അപ്പൊ ഇദ്ദേഹം തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനായത്. അല്ല, മറ്റുള്ളവർക്ക് ഗവർണറുമായി ഒരു പഴയതുപോലെ ഒരു സർക്കാർ ഗവർണർ പോരേന് മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം CPM ഇപ്പോൾ വലിയ രീതിയിൽ ഗവർണറെ കടന്നാക്രമിക്കാത്തത്. പിന്നെ അത് മാത്രമല്ല, ഒരു RSSകാരനായ ഗവർണറാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം ഒരു RSSകാരനാണ്. അദ്ദേഹത്തിന് തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായും പ്രതിരോധമായി എല്ലാം ഇങ്ങനെ വളർന്നു പോകുന്നത്. കാരണം ആരെയും അദ്ദേഹത്തിനെ നോക്കേണ്ട കാര്യമില്ല, രാജ്യത്തിൻ്റെ വളർച്ചയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെയാണ് ആർലേക്കറും. അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായും നയപ്രഖ്യാപനത്തിൽ ഗവർണർ എന്താകും സംസാരിക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാകും സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഭയം CPMനുണ്ട്, ഇല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ADGP ഒക്കെ വിളിച്ചു വരുത്തി എന്തിനാണ് നിങ്ങൾ പിന്നെ എൻ്റെ സംരക്ഷണ ചുമതലയുള്ളവരെയൊക്കെ മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് നിയമിച്ചതെന്ന് ചോദിക്കാൻ, അതിലേക്ക് വരെ കടക്കാൻ കഴിയുന്ന ഒരു ഗവർണർ ഈ നയപ്രഖ്യാപനത്തിൽ ഏതൊക്കെ തരത്തിലായിരിക്കും അതിൽ ഇടപെടുന്നത്, നിലപാട് വ്യക്തമാക്കുന്നത് എന്നുള്ളത് CPMനെ നല്ലപോലെ ഭയപ്പെടുത്തുന്നുണ്ട്.